ഹലോ ഗായ്സ്, ഫിറ്റ് ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നേരെ വീഡിയോയിലേക്ക് പോകാം. വണ്ടിയൊക്കെ കാര്യം കേട്ടോ, നല്ല തിരക്കുണ്ടെന്ന് തോന്നുന്നു. പാസഞ്ചർ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഉമ്മസിക്കമ്മിൽ ഒരു പാസഞ്ചർ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി വന്നായിരുന്നു കേട്ടോ. നേരെ ബുർജുൽ അറബിൻ്റെ നേരെ ഫ്രണ്ട് സൈഡിലുള്ള ഒരു സ്ഥലം കേട്ടോ. അന്ന് കാണാൻ കഴിയുന്നുണ്ടോയെന്ന് അറിയില്ല. ബുർജുൽ അറബ് എന്നിട്ട് നേരെ ഫ്രണ്ടിലുള്ള ഒരു അപ്പാർട്ട്മെൻ്റ് ആണ് അത്. ഞാനിപ്പം നിങ്ങൾ ബുർജുൽ അറബ് കാണാൻ വേണ്ടിയിട്ടും കൂടെ ടേൺ ചെയ്താണ്. ഉണ്ടല്ലോ അവിടെ. നമ്മളങ്ങനെ അവിടുന്ന് തിരിച്ചു പോവാണ് കേട്ടോ. ഇനിയിപ്പം വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ലേറ്റ് ആവുമ്പോൾ 2 മണിയായി. ഇവിടെ 1:84 ഇനിയിപ്പോൾ 2 മണി കഴിഞ്ഞ് 3 മണിക്ക് ശേഷം ഇനിയിപ്പോൾ അടുത്ത ജോബ് എന്തെങ്കിലും വരാനുള്ള സാധ്യത ഉള്ളൂ കേട്ടോ. അതുവരെ നമ്മളിവിടെ എവിടെയെങ്കിലും സേഫ് ആയിട്ടുള്ളൊരു പാർക്കിങ്ങിലിട്ട് അടുത്ത ജോബിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ നമുക്ക് വാഷ്റൂമിൽ പോകാനും ഭക്ഷണം കഴിക്കാനൊക്കെ പാകമായിട്ടുള്ളൊരു സ്ഥലം നോക്കിയിട്ട് നമ്മൾ വണ്ടി പാർക്ക് ചെയ്യും. ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർ ഭക്ഷണം കഴിക്കും, റെസ്റ്റ് എടുക്കുന്ന ആൾക്കാർ റെസ്റ്റ് എടുക്കും. അടുത്ത ജോബിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ അതേമാതിരി തന്നെ ഇപ്പം നമ്മൾ അടുത്ത ഒരു നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ഥലം നോക്കിയിട്ട് നമ്മൾ പോവാണ്. നമ്മളിപ്പോൾ അൽസൂഫിലാണ് ഉള്ളത്. മുസുക്കിൽ നിന്ന് ഇപ്പോൾ അൽസൂഫിലേക്ക് കയറാം. മുസുക്കിം സ്ട്രീറ്റ് ആണ് കേട്ടോ. അത് നോക്കിയാൽ കാണാം. ഇതിപ്പോൾ നമ്മള് സൂക്കൽ മദീനന്റെ നേരെ മുന്നിലുള്ള സ്ഥിതിയിലാട്ടുള്ളത്. സൂക്കൽ മദീനത്ത് ജുമേര നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഇതാണ് സൂക്കൽ മദീനത്ത് ജുമേര. ക്യാമറ അത്ര പോരാ, അതുകൊണ്ടാണ് വലിയൊരു ക്ലിയർ ഇല്ലാത്ത കേട്ടോ. ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. നമ്മൾ രാവിലെ അതിൻ്റെ ശേഷമുള്ള ഫസ്റ്റ് ട്രിപ്പാണ് കേട്ടോ. നമ്മളങ്ങനെ വന്നിരിക്കുന്നത് ജബലാലിയുള്ള മുർജാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസിഡൻസ് ഏരിയയിലാണ് കേട്ടോ. അതായത് വില്ലകളാണ്. മുർജാൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്മ്യൂണിറ്റിയിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ ആ പാസഞ്ചറെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള വില്ല നോക്കിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഏകദേശം ഈ ഒരു വളവിൽ തന്നെ ആണെന്നാണ് തോന്നുന്നത്. അങ്ങനെ നമ്മൾ വില്ല കണ്ടുപിടിച്ചു ഗൈസ്. ഈ വളവ് കഴിഞ്ഞ ഉടനെ ഉള്ള ലെഫ്റ്റ് സൈഡിലുള്ള വില്ലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പാസഞ്ചർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാസഞ്ചർ എടുത്ത് നേരെ എയർപോർട്ടിലേക്ക് പോകണം. നമുക്കൊരു കാഴ്ച ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ ഹോട്ടലിൻ്റെ ഫ്ലോർ ഉണ്ടോ, അതിൻ്റെ റൂഫ് മൊത്തം ലൈറ്റ് കൊണ്ട്
ഡിസൈൻ ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഡിസൈൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ലെവല് തരത്തിലുള്ള ഡിസൈനാണ്, രക്ഷയില്ല. നമ്മളവിടുന്ന് പാസഞ്ചർ ഇറക്കി തിരിച്ച് എയർപോർട്ടിലേക്ക് പോകണ്ട ഗൈസ്. അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ജോബ് വരികയാണെന്നുണ്ടെങ്കിൽ എടുത്തിട്ട് പോകണം എന്നാണ് വിചാരിക്കുന്നത്. ഇത് ബിസിനസ് ബേ ആണ് കേട്ടോ. നമ്മളെ മുന്നിൽ നേരെ കാണുന്ന മില്ലേനിയം പ്ലാസ ആണ് കേട്ടോ. ഈ സിഗ്നലിൽ നേരെ കയറി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എന്താ പറയുക, ബുർജ് ഖലീഫ, ബുർജ് എന്താണ് ദുബായ് മാള്, ആ ഭാഗത്തേക്ക് കണ്ടിട്ടാണ് കയറി പോണത്. ബുർജ് സ്ട്രീറ്റിലേക്ക്, അതായത് ബുർജ് ഖലീഫ സ്ട്രീറ്റ്. ഇത് നേരെ നമ്മൾ അൽക്കൽ റോഡിലേക്ക് തന്നെ ഇറങ്ങാൻ വേണ്ടിയിട്ട് ബിസിനസ് ബാൻഡ് ഉള്ളിൽ കൂടെയുള്ള ഒരു റോഡാണ് കേട്ടോ. നമുക്ക് അവിടുന്ന് ലെഫ്റ്റ് കയറാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ റൈറ്റ് തന്നെ ടേൺ ചെയ്തിട്ട് ചുറ്റി വരികയാണ് ചെയ്യുന്നത്. ഈ ബിൽഡിംഗ് കണ്ടോ, താഴെ നേരമായിട്ടും മുകളിലേക്ക് ഇങ്ങനെ വീതി കൂടിയിട്ട് വരുന്ന ഒരു ബിൽഡിംഗ് കണ്ടോ. അത് മുകളിലേക്ക് എത്തുമ്പോൾ അങ്ങനെ വീതി കൂടി കൂടി വരും കേട്ടോ. ഞാൻ ഡ്രൈവ് ചെയ്യായ കൊണ്ട് ഇതേമാതിരിയുള്ള പല കാഴ്ചകളും നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റാത്തതിൽ വിഷമമുണ്ട് ഗൈസ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫോൺ ഞാൻ കയ്യിലെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാഫിക് ഫൈൻ വാങ്ങി വെക്കാനുള്ള ഇപ്പോഴത്തെ സ്ഥിതി വളരെ മോശമാണ്. ഏതെങ്കിലും ഒരു സമയത്ത് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഈ ഭാഗത്തോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ മൊബൈലിൽ വീഡിയോ എടുത്തിട്ട് നിങ്ങളിലേക്ക് എത്തിക്കും. അല്ലാതെ എനിക്ക് മൊബൈൽ എടുത്തിട്ട് ഇതേമാതിരി ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഞാനിപ്പം തന്നെ ഹാങ് ചെയ്ത് വെച്ചിട്ടാണ് ഓരോ കാഴ്ച നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ മൈതാൻ സ്ട്രീറ്റിലേക്ക് ഇറങ്ങിയിട്ട് അവിടുന്ന് യൂട്ടേൺ അടിച്ചിട്ടാണ് കേട്ടോ അൽക്കൽ റോഡിലേക്ക് കയറുന്നത്. നമ്മളങ്ങനെ യൂട്ടേൺ അടിച്ച് നേരെ ഈ ടണലിനുള്ളിൽ കൂടി നേരെ അൽക്കൽ റോഡിലേക്ക് കയറി കേട്ടോ. നേരെ എയർപോർട്ടിലേക്ക്. റോഡുകളൊക്കെ അന്ന് വലിയ തിരക്കൊന്നുമില്ല, ഫ്രീ ആണ്. നമ്മളങ്ങനെ എയർപോർട്ടിൽ എത്തി കേട്ടോ. നമ്മളവിടുന്ന് പാസഞ്ചർ ഇറക്കി തിരിച്ച് എയർപോർട്ടിലേക്ക് പോകണ്ട ഗൈസ്.
അതിനിടയ്ക്ക് എന്തെങ്കിലും ജോബ് വരികയാണെന്നുണ്ടെങ്കിൽ എടുത്തിട്ട് പോകണം എന്നാണ് വിചാരിക്കുന്നത്. ഇത് ബിസിനസ് ബേ ആണ് കേട്ടോ. നമ്മൾ മുന്നിൽ നേരെ കാണുന്ന മില്ലേനിയം പ്ലാസ ആണ് കേട്ടോ. ഈ സിഗ്നലിൽ നേരെ കയറി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എന്താ പറയുക, ബുർജ് ഖലീഫ, ബുർജ് എന്താണ് ദുബായ് മാള്, ആ ഭാഗത്തേക്ക് കണ്ടിട്ടാണ് കയറി പോണത്. ബുർജ് സ്ട്രീറ്റിലേക്ക്, അതായത് ബുർജ് ഖലീഫ സ്ട്രീറ്റ്. ഇത് നേരെ നമ്മൾ അൽക്കൽ റോഡിലേക്ക് തന്നെ ഇറങ്ങാൻ വേണ്ടിയിട്ട് ബിസിനസ് ബാൻഡ് ഉള്ളിൽ കൂടെയുള്ള ഒരു റോഡാണ് കേട്ടോ. നമുക്ക് അവിടുന്ന് ലെഫ്റ്റ് കയറാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ റൈറ്റ് തന്നെ ടേൺ ചെയ്തിട്ട് ചുറ്റി വരികയാണ് ചെയ്യുന്നത്. ഈ ബിൽഡിംഗ് കണ്ടോ, താഴെ നേരമായിട്ടും മുകളിലേക്ക് ഇങ്ങനെ വീതി കൂടിയിട്ട് വരുന്ന ഒരു ബിൽഡിംഗ് കണ്ടോ. അത് മുകളിലേക്ക് എത്തുമ്പോൾ അങ്ങനെ വീതി കൂടി കൂടി വരും കേട്ടോ. ഞാൻ ഡ്രൈവ് ചെയ്യായ കൊണ്ട് ഇതേമാതിരിയുള്ള പല കാഴ്ചകളും നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റാത്തതിൽ വിഷമമുണ്ട് ഗൈസ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫോൺ ഞാൻ കയ്യിലെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാഫിക് ഫൈൻ വാങ്ങി വെക്കാനുള്ള ഇപ്പോഴത്തെ സ്ഥിതി വളരെ മോശമാണ്. ഏതെങ്കിലും ഒരു സമയത്ത് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഈ ഭാഗത്തോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ മൊബൈലിൽ വീഡിയോ എടുത്തിട്ട് നിങ്ങളിലേക്ക് എത്തിക്കും. അല്ലാതെ എനിക്ക് മൊബൈൽ എടുത്തിട്ട് ഇതേമാതിരി ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഞാനിപ്പോൾ തന്നെ ഹാങ് ചെയ്ത് വെച്ചിട്ടാണ് ഓരോ കാഴ്ച നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ മൈതാൻ സ്ട്രീറ്റിലേക്ക് ഇറങ്ങിയിട്ട് അവിടുന്ന് യൂട്ടേൺ അടിച്ചിട്ടാണ് കേട്ടോ അൽക്കൽ റോഡിലേക്ക് കയറുന്നത്. നമ്മളങ്ങനെ യൂട്ടേൺ അടിച്ച് നേരെ ഈ ടണലിനുള്ളിൽ കൂടി നേരെ അൽക്കൽ റോഡിലേക്ക് കയറി കേട്ടോ. നേരെ എയർപോർട്ടിലേക്ക്. റോഡുകളൊക്കെ അന്ന് വലിയ തിരക്കൊന്നുമില്ല, ഫ്രീ ആണ്. നമ്മളങ്ങനെ എയർപോർട്ടിൽ എത്തി കേട്ടോ. ഹായ് ഗൈസ്, നമ്മൾ അടുത്തൊരു ട്രിപ്പ് ജുമേര ബീച്ച് ഹോട്ടലിലേക്കാണ് കേട്ടോ പോണത്. സിക്കിം റോഡിലാണ് ഇപ്പം ഉള്ളത്. ഇവിടുന്ന് ടി ജംഗ്ഷന്ന് ഫ്രീ റൈറ്റ് കയറിയിട്ട് നമുക്ക് കിങ് സൽമാൻ റോഡിലേക്ക് കയറണം. അവിടുന്ന് ലെഫ്റ്റ് സൈഡിലാണ് നമുക്ക് ഈ പറഞ്ഞ ജുമേര ബീച്ച് ഹോട്ടൽ വരുന്നത് കേട്ടോ.
അപ്പം നേരത്തെ തന്നെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരെ നോക്കിയാൽ കാണുന്ന ഒരു ബിൽഡിങ്ങുകൾ ജുമേര സൂക്കാണ് കേട്ടോ. മദീനത്തിൽ ജുമേര എന്ന് പറഞ്ഞിട്ടുള്ള സൂക്കാണ് നമുക്ക് നേരെ നോക്കിയാൽ കാണുന്നത്. അപ്പം നമ്മളിവിടുന്ന് ടേൺ ചെയ്തിട്ടിപ്പം കയറാൻ വേണ്ടി പോകുന്നത് കിങ് സൽമാൻ റോഡാണ് കേട്ടോ. ഈ റോഡ് നേരെ പോകുന്ന നമ്മുടെ ജുമേര 1, 2, 3 നമ്മൾ ആദ്യം ഇപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം നേരെ 3-ലെത്തും, 2, 1 അങ്ങനെയാണ് കേട്ടോ പോകുന്നത്. നമ്മളെ ലെഫ്റ്റ് സൈഡിൽ നോക്കിയാൽ നമുക്ക് ബുർജുൽ അറബ് തെളിഞ്ഞു വരുന്നുണ്ട്. അടുത്ത കിട്ടുന്ന സിഗ്നലിൽ നിന്ന് ലെഫ്റ്റ് കയറിയാലാണ് നമുക്ക് ഈ ബുർജുൽ അറബിലേക്ക് പോകുന്ന എൻട്രൻസ് കിട്ടുക കേട്ടോ. ഈ സിഗ്നലിൽ നിന്ന് ലെഫ്റ്റാണ് നമ്മൾ പോകേണ്ടത്. അടുത്ത ബിൽഡിങ് കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്ത ബിൽഡിങ് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നേരെ നോക്കിയാൽ കാണാം ഈ പറഞ്ഞ ഹോട്ടൽ. നമ്മൾ യു ടേൺ എടുക്കേണ്ട സിഗ്നൽ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് യു ടേൺ അടിച്ചതിന് ശേഷം രണ്ടാമത്തെ റൈറ്റിലേക്കാണ് നമ്മൾ കയറേണ്ടത്. രണ്ടാമത്തെ റൈറ്റിൽ സർവീസ് റോഡിൽ കയറിയിട്ട് വേണം നമുക്ക് ജുമേര ഹോട്ടലിലേക്ക് കയറാൻ കേട്ടോ. ഇവിടുന്ന് നമ്മൾ റൈറ്റ് കയറുകയാണേ. നമ്മൾ ഹോട്ടലിൽ എത്തിയതിൻ്റെ മെസ്സേജാണ് നമുക്ക് വരുന്നത് കേട്ടോ. നമ്മൾ റീച്ചായി എന്നുള്ളതിൻ്റെ മെസ്സേജാണ് ഇപ്പോൾ നമുക്ക് കേൾക്കാൻ വേണ്ടി സാധിച്ചത്. ജുമേര ബീച്ച് ഹോട്ടലിൻ്റെ ലോബിയാണ് കേട്ടോ അത്. പാസഞ്ചർ ഉണ്ടായിരുന്നു. അപ്പോൾ പാസഞ്ചറെ ജുമേര ബീച്ച് ഹോട്ടലിൽ ഡ്രോപ്പ് ചെയ്ത് നമ്മൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യാം കേട്ടോ. ചിലപ്പോൾ എന്തെങ്കിലും ഡിപ്പാർച്ചർ എന്തെങ്കിലും ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. മുന്നേ കിടക്കുന്ന 2 വണ്ടികളുണ്ടാവും. ഫസ്റ്റത്തെ മിനി കൂപ്പറാട്ടോ. അതിൻ്റെ ഷേപ്പ് തന്നെ വേറെ മാറിയിട്ടുണ്ട്. മറ്റേ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മളങ്ങനെ പാസഞ്ചർ ഇറക്കിയിട്ട് തിരിച്ച് വേറൊരു ഡിപ്പാർച്ചർ എടുക്കാൻ വേണ്ടിയിട്ട് പോകണം കേട്ടോ ഗൈസ്. ഗറില്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. കമ്മ്യൂണിറ്റി എന്ന് പറയാൻ പറ്റില്ല, ഒരു വില്ല ആൻഡ് അപ്പാർട്ട്മെൻ്റ് ആണെന്ന് തോന്നുന്നു. അവിടെ നിന്നാണ് നമുക്ക് അടുത്ത പിക്കപ്പ്. അതിന് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കിങ് സൽമാൻ റോഡാണ് കേട്ടോ അത്. ബുർജുൽ അറബ് കഴിഞ്ഞിട്ടുള്ള അടുത്ത സിഗ്നലാണ്, മെയിൻ സിഗ്നലാണ് കേട്ടോ അത്. അവിടെ നിന്നാണ് നമ്മൾ ലെഫ്റ്റ് അടിക്കുന്നത്. ഉമ്മുസുക്കിം സ്ട്രീറ്റിലേക്കാണ് കേട്ടോ കയറാൻ പോണത്. അടുത്ത് നമ്മൾ നേരെ ഷെയ്ഖ് സായിദ് റോഡ് കയറിയിട്ട് ആണ് ഈ പറഞ്ഞ സ്ഥലത്തേക്ക് പോകേണ്ടത്. സോറി കേട്ടോ, ഷെയ്ഖ് സായിദ് റോഡല്ല, അൽത്തുവൈമ സ്ട്രീറ്റ് നിന്നാട്ടോ. ഇതിന്റെ തൊട്ട് മുന്നേ ഉള്ള സ്ട്രീറ്റിൽ നിന്നാണ് നമ്മൾ ടേൺ ചെയ്യേണ്ടത്. അതായത് നമ്മൾ തൊട്ടടുത്ത് തന്നെയാണ് പിക്കപ്പ് ചെയ്യേണ്ട സ്പോട്ട് കേട്ടോ.
ഇവിടുന്നാണ് നമ്മൾ ടേൺ ചെയ്യുന്നത്. ആക്ച്വലി ഞാൻ വിചാരിച്ച വേറൊരു സ്ഥലമായിരുന്നു, വേറൊരു കമ്മ്യൂണിറ്റി ആയിരുന്നു കേട്ടോ. അതല്ല, ഇതിൻ്റെ ഉള്ളിലൊരു ഗറില്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്മ്യൂണിറ്റിൻ്റെ ഉള്ള അറിയില്ല. ഫസ്റ്റ് ടൈം ആട്ടോ ഞാൻ അവിടേക്ക് പോണേ. കിടക്കുന്നത് ഇതാണ് നമ്മുടെ ഗറില്ല എന്നുള്ള സംഭവം കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനൊരു സംഭവമുള്ള ഞാൻ അറിയില്ല. ഇപ്പോഴാട്ടോ ഞാൻ വരുന്നത്, ആദ്യമായിട്ടാണ് ഞാൻ വരുന്നത്. വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള ഏരിയ ആണ്. മാപ്പൊക്കെ കിടക്കുന്നുണ്ട്. നമ്മള് പാസഞ്ചറെ ഇറക്കിയിട്ട് തിരിച്ച് അറേവയിലേക്ക് പോവാണ് കേട്ടോ. ഇവിടെ ഒരു തിരക്ക്. മജ്ലിസിന്റെ തിരക്കായിരിക്കും. എക്കോണമിക് ക്ലാസ്സിൽ ഭയങ്കര തിരക്ക് കിട്ടുന്നു, എന്താ അറിയില്ല. അല്ലെങ്കിൽ അവിടെ ട്രാഫിക് ജാം ഉള്ളതുകൊണ്ടോ? നമ്മുടെ ഡ്യൂട്ടി ടൈം കഴിയാറായി. 9 മണിക്കാണ് ഡ്യൂട്ടി കഴിയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ ഡിപ്പോയിലേക്ക് പോവാം കേട്ടോ. എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി നേരെ ഇപ്പോൾ നമ്മൾ എയർപോർട്ട് റോഡിലാണ് ഉള്ളത് കേട്ടോ. സാധാരണ റാസൽഖോർ റോഡ് വഴിയാണ്
ഡിപ്പോയിലേക്ക് പോകാറുള്ളത്. ഇന്നിപ്പോൾ തിങ്കളാഴ്ച വർക്കിംഗ് ഡേ ആണല്ലോ, അതുകൊണ്ട് ട്രാഫിക് ഉണ്ടാകാനുള്ള സാധ്യത കൊണ്ട് നമ്മൾ മറാക്കി സ്ട്രീറ്റ് വഴിയാണ് പോകുന്നത് കേട്ടോ. അതാണ് ഈ പാലം കയറിയിട്ട് അവിടുന്ന് റൈറ്റ് കയറിയിട്ടാണ് പോകാറുള്ളത്. അതാണ് ഈസി. ഇതിപ്പോൾ നമ്മൾ 2-3 സിഗ്നൽ കടന്നിട്ട് വേണം പോകാൻ. നമ്മൾ അരമണിക്കൂർ ഇറങ്ങി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റും കൂടി കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. 9 മണിക്ക് ഇറങ്ങേണ്ട കഴിയുന്ന ജോബാണെന്നുണ്ടെങ്കിൽ നമ്മൾ 9 മണിക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഈ ചായ കൂടിയൊന്നും നടക്കൂല. നമുക്ക് നമ്മളെ അക്കോമഡേഷനിൽ അതിനുള്ള സൗകര്യം കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഇവിടുന്ന് ചായ കുടിച്ചിട്ടാണ് പോകാറുള്ളത് കേട്ടോ. ഏതെങ്കിലും നല്ല ഹോട്ടൽ ഏതെങ്കിലും നോക്കും, അവിടെ കയറും, ചായ അടിക്കും. അതേമാതിരി തന്നെ ഡ്യൂട്ടിക്ക് വരുന്ന സമയത്ത് ഫുഡൊന്നും അവിടുന്ന് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഡ്യൂട്ടിക്ക് ഇറങ്ങിയ സമയത്ത് ചെറിയൊരു ഗ്യാപ്പ് നോക്കിയിട്ട് ഏതെങ്കിലും ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചിട്ടാണ് ഡ്യൂട്ടിക്ക് ഇറങ്ങുക. അല്ലെങ്കിൽ ഡ്യൂട്ടിയിലുള്ള സമയത്ത് ഏതെങ്കിലും ചെറിയ ഗ്യാപ്പ്, കുറച്ച് തിരക്കൊക്കെ കുറഞ്ഞിട്ടുള്ള സമയത്ത് അങ്ങനെ കയറിയിട്ട് ഭക്ഷണം കഴിക്കാറുണ്ട് കേട്ടോ. അല്ലാതെ വേറെ നിവർത്തിയില്ല, നമുക്ക് കുക്ക് ചെയ്യാനുള്ള സൗകര്യമില്ല. പിന്നെ അടുത്തൊന്നും നല്ല ഹോട്ടലുകളിലില്ല, ഹോട്ടലേ ഇല്ല. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ഭക്ഷണമൊക്കെ ആയിട്ട് വരുന്ന വണ്ടിക്കാരുണ്ടാവും. എല്ലാ ഫുഡും നമുക്ക് പറ്റിക്കോളണമെന്നില്ല. അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഒരു അരമണിക്കൂർ മുന്നേ ഇറങ്ങുന്നത്. സാധാരണ ഈ സിഗ്നലിലൊന്നും അത്ര തിരക്കുണ്ടാവാറില്ല. ഇന്ന് തിങ്കളാഴ്ച ആയതുകൊണ്ട് എല്ലാ സ്ഥലത്തും ട്രാഫിക്കാണ് കേട്ടോ. നമ്മൾ ഈ സിഗ്നലിൽ നിന്ന് ലെഫ്റ്റ് കയറിയിട്ടാണ് കേട്ടോ പോവാ. നമ്മുടെ ഡ്യൂട്ടി ഫ്രീൻ്റെ ഒക്കെ സിഗ്നലാണ്. ഇവിടുന്ന് ലെഫ്റ്റ് കയറിയിട്ട് 4ാമത്തെ 5ാമത്തെ കട്ടിങ് കയറിയിട്ടാണ് നമ്മളെ ഡിപ്പോയിലേക്ക് പോകുന്നത്. ഗൈസ്, നിങ്ങൾ അതേമാതിരി തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കൂ ഗൈസ്. വ്യൂസ് ഉണ്ട്, പക്ഷേ സബ്സ്ക്രൈബ്സ് ഒന്നുമില്ല. ആകെ കുറഞ്ഞ സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. നിങ്ങൾ കഴിയുന്നതും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. അതേമാതിരി തന്നെ ലൈക്കും ഷെയറും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു പ്രചോദനമാവുള്ളൂ. അതേമാതിരി തന്നെ കൂടുതൽ ആളുകളിലേക്ക് വീഡിയോസ് എത്തുള്ളൂ. അതുകൊണ്ട് കഴിയുന്നോ നിങ്ങൾ ലൈക്കും കമൻസും അതേമാതിരി തന്നെ സബ്സ്ക്രൈബും ചെയ്തിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ലെഫ്റ്റ് സൈഡിലുള്ള കേട്ടാണ് ഡ്യൂട്ടി ഫ്രീൻ്റെ വലിയ ഗോഡൗണും ഓഫീസും ഒക്കെ അതിനുള്ളിൽ തന്നെയാണ്. ഡ്യൂട്ടി ഫ്രീൻ്റെ വണ്ടിയാണ് പോകുന്നത്. സത്യം പറയാൻ ആ സൈക്കിൾ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. പെട്ടെന്നാണ് കണ്ണപ്പെട്ട്, അല്ലെങ്കിൽ അവനെ തട്ടി തെറിപ്പിച്ചിട്ടുണ്ടാകും. ഇതാണ് ഉമ്മറമൂല റോഡ് കേട്ടോ. ഇവിടുന്ന് യൂട്ടേൺ അടിക്കുക. ഇതൊക്കെ ഫുള്ള് ഗ്യാരേജ്, അതേമാതിരി തന്നെ വെയർഹൗസുകൾ, അങ്ങനെയൊക്കെയാണ് ഇവിടെ ഈ ഏരിയയിൽ. ഈ സൈഡിൽ നിർത്തിയിട്ടിരിക്കുന്ന വണ്ടികളൊക്കെ അധികവും ഈ റെന്റ് കാറിൻ്റെതോ അല്ലെങ്കിൽ ഗ്യാരേജിലുള്ള വണ്ടികളൊക്കെ ആയിരിക്കും കേട്ടോ.
റൈറ്റ് സൈഡിൽ അധികം ഗാരേജുകളാണ്. അതേമാതിരി തന്നെ സ്പെയർ പാർട്സിന്റെ ഷോപ്പുകൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ. അങ്ങനെയൊക്കെയാണ് ഗൈസ് നമ്മുടെ വിശേഷങ്ങൾ. അതുകൊണ്ട് എല്ലാവരെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഇനിയുള്ള അടുത്ത വീഡിയോസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. ഓക്കെ, ബൈ.